ഞാൻ ഇൻട്രോയിൽ പറയുന്നുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. എന്താ? തിരിഞ്ഞു നോക്കൂ, 50th എപ്പിസോഡ്. ഞാൻ വരുന്ന എല്ലാ സ്പെഷ്യൽ മൊമെന്റ്സ് ആണല്ലോടാ. അതായത് ഇവർക്ക് ഒരു നിർബന്ധം 50th എപ്പിസോഡിന് 50 വയസ്സുള്ള ആരെങ്കിലും കൊണ്ടുവരണം. അയ്യേ, ഒന്നിനും കൊള്ളത്തില്ല. എനിക്ക് വർക്കായത്. നിനക്ക് എന്തായാലും വർക്കാവും. അപ്പൊ എന്താണ് ഷാനിക്ക ഈ 50th എപ്പിസോഡിൽ പറയാനുള്ളത്? ഒരു ഉഗ്രൻ ജേണി ആയിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലുണ്ടായിരുന്ന ഹരിക്കും എനിക്കും ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ആയിരുന്നു പിള്ളേരെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഇവിടെ കിടന്ന് വായിട്ടലച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, പിള്ളേർ സൂപ്പർ അല്ലെങ്കിൽ ആ സ്റ്റാർ അങ്ങ് വീഴും. അത്ഭുതം എന്ന് പറയട്ടെ, എല്ലാ പിള്ളേരും ഒരു രക്ഷയില്ല. എപ്പിസോഡിന്റെ 50th എപ്പിസോഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മൈൽ സ്റ്റോൺ ആണ്. ഈ 50th എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ചിരിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് വലിയൊരു റിലീഫ് വരുന്നത്. ഈ ഒരു 50th എപ്പിസോഡിന്റെ സന്തോഷത്തിന്റെ കൂടെ തന്നെ സങ്കടകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് എലിമിനേഷൻ ഉണ്ട്. ഇവരെല്ലാവരും കൊണ്ട് ഫൈനൽ വരെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതെ, പക്ഷെ അത് നടക്കില്ല. ഇതൊരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഈ സ്ട്രെങ്ത് എന്തായാലും കുറഞ്ഞു വരണം. പക്ഷെ എല്ലാരും ആ ഫൈനലിൽ നമ്മൾ ഒന്നും കൂടെ ഫൈനലിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പൊളിക്കും. അപ്പൊ ആ സ്ട്രെങ്ത് കുറയാൻ പോകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് എലിമിനേഷൻ ശേഷം ഹരി പറയും. അങ്ങനെ സൂപ്പർ സ്റ്റാർ 50 എപ്പിസോഡ്സ് ഇങ്ങനെ കഴിഞ്ഞ് ഈ ജേർണിയിൽ ഗ്ലോറിയസ് എപ്പിസോഡ്. പക്ഷേ ഐ എം വെരി പ്രൗഡ്. ഞാൻ ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോന്റെ പാർട്ട് ആവുകയാണ്. അത് ഇങ്ങനെ സക്സസ്ഫുള്ളി മുമ്പോട്ട് പോകുന്ന കാണുമ്പം ഐ ഫീൽ വെരി ഹാപ്പി. ഞാൻ നിങ്ങളെ എന്താ പറയുക കാണുന്ന ശരിക്കും ഞാൻ ആ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു പാടിയത് അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടാണ് നിങ്ങൾ ഒക്കെ പാടുന്നത്. അപ്പം അത് കാണുമ്പോൾ ശരിക്കും ഐ ഫീൽ ഭയങ്കര എന്താ പറയുക, നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ, ലൈക്ക് കിട്ടുന്ന ട്രെയിനിങ് ഫ്രം ഗ്രൂമേഴ്സ്, ഫ്രം ജഡ്ജസ്, ഈ ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്ന ഓരോ നിങ്ങൾ പാടുന്ന ചൂസ് ചെയ്യുന്ന പാട്ടുകൾ, ടെൻഷൻ ആണെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. പക്ഷെ നിങ്ങളുടെയൊക്കെ പല പെർഫോമൻസസ് കാണാൻ പറ്റി ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും. ഐ എം വെരി ഹാപ്പി. എന്തായാലും ഇന്ന് നമുക്ക് ആദ്യം സെലിബ്രേറ്റ് ചെയ്യാം. അതെ, അത് മാത്രം ഇപ്പൊ ആലോചിച്ചാൽ മതി. അതെ, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ, പാർവതിക്ക് വലിയൊരു കയ്യടി കൊടുത്തത് നിങ്ങൾ. താങ്ക് യു. ഞാൻ പറഞ്ഞില്ല, ഏത് ഒരു റിയാലിറ്റി ഷോ എടുത്ത് നോക്കുകയാണെങ്കിലും ഇറ്റ് ഷുഡ് ഹാവ് എ ഫേസ്. അതിനൊരു മുഖം വേണം. ആ മുഖമാണ് ഈ മുഖം, നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ മുഖം. പാർവതി ഇവിടെ വന്നിട്ട് സ്കോർ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞത്. പാർവതി ഇസ് ദി ആപ്റ്റ് പേഴ്സൺ ഫോർ സൂപ്പർ സ്റ്റാർ. പിന്നെ മറ്റൊരു വലിയൊരു കയ്യടി കൊടുക്കേണ്ടത് നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ സതീഷ് ചേട്ടന് വലിയൊരു കയ്യടി. അപ്പോ ആൻഡ് രമ്യ ചേച്ചി, ഒരുപാട് സന്തോഷം. ചേച്ചി ആദ്യം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നില്ല ഒരുപാട് ഐശ്വര്യങ്ങൾ എന്നൊക്കെ. എനിക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ 2 നല്ല അടിപൊളി ദിവസങ്ങളായിരുന്നു. ഒത്തിരി സന്തോഷിച്ചു. നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റുക എന്നുള്ളതിന് നല്ല കാര്യമാണ്. നല്ല പാട്ടുകൾ കേൾക്കുന്നത് നമ്മുടെ കുട്ടികൾ നല്ല വൃത്തിക്ക് അത് പാടുന്നു എന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ, ഞാനൊക്കെ ഒന്ന് ആലോചിച്ചു, പോയി ലിറിക്സൊക്കെ മര്യാദയ്ക്ക് പഠിച്ചിട്ട് ഇനി പാടണം, കാണാതെ എഴുതി ഇരുന്ന് പഠിച്ച് പാടണം എന്ന് എനിക്ക് തോന്നുകയാണ്. കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി ആക്ച്വലി ഇവിടുന്ന്. അപ്പോൾ അടിപൊളിയായിട്ടോ, നിങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ എലിമിനേഷൻ നിങ്ങൾ കാര്യമാക്കണ്ട, ഇവിടെ വന്ന് ഇരിക്കുന്നു, കുറച്ച് പാട്ടുകൾ ഇവരുടെ മുന്നിൽ പാടാൻ പറ്റി, പ്രേക്ഷകരുടെ മുന്നിൽ പാടാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം, വലിയൊരു കാര്യമാണത്. അപ്പൊ എന്തായാലും എല്ലാരും കൂടി ഒത്തുകൂടി ഒരു 50th ഹാപ്പി എപ്പിസോഡിന്റെ ഒരു നമ്മുടെ ഒരു ജേർണി ഉണ്ടല്ലോ ഇത്രയും ദിവസത്തെ, നമുക്ക് അതൊന്ന് ജസ്റ്റ് കാണാം. സപ്തസ്വര സംഗീതവേദി സൂപ്പർ സ്റ്റാർ. കാലങ്ങൾക്കിപ്പുറവും സൂപ്പർ സ്റ്റാർ ജനഹൃദയങ്ങളിലേക്ക് എത്തിയപ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. പ്രഗത്ഭരായ വിധികർത്താക്കളും വാദ്യസംഗീതത്തിൽ അരങ്ങ് തകർക്കുന്ന കലാകാരന്മാരും കൂടെ 24 കുട്ടി പ്രതിഭകളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന്റെ സംഗീത വിസ്മയവേദി. ഒപ്പം കുസൃതി കുരുന്നുകളുടെ
കുട്ടിക്കുറുമ്പുകളും നൊമ്പരമുണർത്തുന്ന മുഹൂർത്തങ്ങളും ചിരിവിരുന്നും സമന്വയിച്ച 50 സുവർണ എപ്പിസോഡുകൾ. സിനിമയിലിപ്പോ റാഹേൽ മകൻ കോരാന്ന് പറഞ്ഞ സിനിമയെ പാടി. ഒരമ്മമ്മയുടെ വീടിന് ചുറ്റും ട്രെയിൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് കറങ്ങുന്നുണ്ട്. ആ ചില സൈക്കോ ചോദ്യ മാനത്തെ മാൻപേട പെണ്ണ് ആരാ? അവൾ മാനത്തെ മാൻപേട പെണ്ണ് യുഗത്തിലെ പ്രേമസ്വരൂപത്തെ. സെലക്ഷൻ കിട്ടിയെന്നൊരു കോൾ വന്നപ്പം എനിക്ക് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും ഗായകൻ ഹരിശങ്കറും പ്രധാന വിധികർത്താക്കളായി എത്തിയ ഈ സംഗീത യാത്രയിൽ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രഗത്ഭർ കുട്ടിപ്പാട്ടുകാർക്ക് പ്രചോദനമായി എത്തി. മലയാള സിനിമയിലെ നിറ സാന്നിധ്യം, ഇന്റർവ്യൂവേഴ്സിന്റെ ഇഷ്ടതാരം, തഗ്ഗുകളുടെ തമ്പുരാ. ഇടയ്ക്ക് തീഗോളങ്ങളൊക്കെ വന്നപ്പോഴേ ഞാനോർത്തുള്ള അതിർത്തിയിലായിരുന്നു. ഷാൻ റഹ്മാനെ കുറിച്ച് എന്താണ് ചേച്ചി അഭിപ്രായം? ഷാൻ റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുക്ക് എഴുതേണ്ടി വരും. ഞാനിന്ന് വരുമ്പോ എന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ള മത്സരവേദിയെ മനോഹരമാക്കുന്ന മറ്റൊരു ശ്രദ്ധേയ സാന്നിധ്യമാണ് കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരി അവതാരക പാർവതി ബാബു. വാര്യമ്പള്ളിയിലെ മീനാക്ഷി ചിത്തരോഗി വന്നോ? പാർവതി ഇന്നക്ക് ഷീ ലുക്സ് ലൈക്ക് വൺ പഞ്ചാബി കുടിയേ. പുത്തൻ റൗണ്ടുകളും മത്സരാർത്ഥികളുടെ പോരാട്ട വീര്യം കൂട്ടുന്നതിനായി ഗോൾഡൻ മൈക്കും ഉക്കുലേലയും ഉൾപ്പെടെ ഒട്ടനവധി സമ്മാനങ്ങളും ഈ വേദിയെ വ്യത്യസ്തമാക്കുന്നു. ഈ ജൈത്രയാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മുന്നോട്ടുള്ള ഈ സ്വപ്ന സംഗീത യാത്രയിൽ നമുക്കൊരുമിച്ച് മുന്നേറാം. എന്തൊക്കെ ഷാനിക്ക കാട്ടിക്കൂട്ടെ, ഞാൻ അതൊക്കെ ആലോചിച്ചോണ്ടിരുന്നേ. അടിപൊളി അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പൊ നമ്മുടെ സെലിബ്രേഷൻസ് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ഓക്കെ. പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി നിറം ചാർത്തുമോരോ ഈണമാ. തിരയുമെവിടെ താരാഗണം. Sa